സംസ്ഥാനത്തെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നത് പേടിപ്പെടുത്തുന്ന വർധനയാണ്. കഴിഞ്ഞ വർഷം മാത്രം 20,000-ത്തിലധികം രോഗികൾ ചികിത്സ തേടി സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലേക്ക് എത്തി. സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് വേറെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗസാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുമ്പോഴും വിദഗ്ധ പരിശോധനയോട് മലയാളികൾ മുഖം തിരിക്കുന്ന ഗുരുതര സാഹചര്യമുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ജനസംഖ്യാനുപാതികമായി ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ കേരളം അതിൽ മുൻപന്തിയിലാണ്. രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും സമീപകാലത്ത് വലിയ വർധനവുണ്ട്. പകർച്ചവ്യാധി പോലെയാണ് കേരളത്തിൽ ക്യാൻസറും വ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, കണ്ണൂർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയവരുടെ മാത്രം കണക്കെടുത്താൽ 20,000-ത്തിലധികം വരും. സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ ആശ്രയിച്ചവരുടെ കണക്ക് കൂടി എടുത്താൽ പ്രതിവർഷ പുതിയ രോഗികൾ 1,00,000-ഓളമാകും. സ്ഥിതി ഗുരുതരമാകുമ്പോഴും പരിശോധനയോട് മലയാളി വിമുഖത കാണിക്കുന്നുണ്ട്. 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും സ്ക്രീൻ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു. ഈ പോപ്പുലേഷൻ സ്ക്രീനിങ്ങിൽ കണ്ടെത്തിയത് 9 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഈ കാര്യം, അതായത് ഡോക്ടറെ അടുത്ത് വന്നിതൊന്ന് നോക്കണം, ഈ തടിപ്പൊന്ന് പരിശോധിക്കണം എന്ന് പറയും. അവർ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും, ഈ കാര്യം അവരോട് പറയാൻ ശ്രമിക്കും. പക്ഷേ ആ 9 ലക്ഷം ആളുകളിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പിന്നീട് വന്നിട്ടുള്ളത്. 2022-23 ക്യാൻസർ കവർന്നെടുത്ത ജീവനുകൾ 32,271 പേരുടേതാണ്. ഒടുവിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ തിരുവനന്തപുരത്താണ്. തലസ്ഥാനത്തെ രോഗികളുടെ എണ്ണത്തിലെ വർധനവ് 36%. രോഗം തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതാണ് മരണനിരക്ക് ഉയർത്തുന്നത്. ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ കൂടുന്നു. ക്യാൻസർ രോഗം മൂലമുള്ള മരണം വലിയ രീതിയിൽ കൂടുന്നു. കേരളത്തെ പോലെ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത്, ആരോഗ്യ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് നമ്മൾ ഈ ഒരു ഭയത്തിൽ ജീവിക്കുന്നത്? ഇത് ഒരു തരത്തിൽ ഒരു തെറ്റിദ്ധാരണയോ അജ്ഞതയോ ഒക്കെ മൂലമാണ്. ക്യാൻസർ എന്നാൽ മരണമാണ് എന്ന ഒരു ധാരണയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പുരുഷന്മാരിൽ തൊണ്ടയിലെയും വായിലെയും ക്യാൻസർ, വൻകുടൽ ക്യാൻസർ എന്നിവയാണ് വ്യാപിക്കുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ഥാനാർബുദവും ഗർഭാശയമുഖ ക്യാൻസറും. നമ്മുടെ ജീവിത ശൈലിയാണ് ഇത് പ്രധാനപ്പെട്ട കാരണം. ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ പുകയിലയുടെ ഉപയോഗം കുറഞ്ഞതിനാൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും മറ്റ് ചില ക്യാൻസർ, ആമാശയ സംബന്ധമായ ക്യാൻസറുകളും മറ്റും കൂടി വരുന്ന പ്രവണതയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കണ്ടുവരിക. ഈ പുരുഷന്മാരിൽ സാധാരണ കാണുന്നതും സ്ത്രീകളിൽ സാധാരണ കാണുന്നതും എല്ലാം തന്നെ തടയിടാൻ സാധിക്കുന്ന ക്യാൻസറും ചികിത്സ പൂർണ്ണമായി തുടക്കത്തിൽ തന്നെ നടത്തിക്കൊണ്ട് ഇതിനെ ഉന്മൂലനം ചെയ്യാൻ കരുത്തുള്ളവയുമാണ്. 2023-24 പുതിയ രോഗികളുടെയും മരണനിരക്കും ക്രോഡീകരിച്ചു വരുന്നതേയുള്ളൂ. ഈ വർഷം പകുതിയാകുന്നതോടെ അതും പുറത്തുവരും. രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും വർധനവുണ്ടാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ക്യാൻസർ എന്നാൽ മരണമല്ല. ക്യാൻസർ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. അതിന് ഒരു കാര്യം മാത്രം ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ തന്നെ ഈ രോഗം കണ്ടെത്തണം. നമുക്ക് ഒരുമിച്ച് കൈകൾ കോർത്ത് ക്യാൻസറിനെ പ്രതിരോധിക്കാം. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്, മുൻകരുതലുകളും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.